ഇന്നലത്തെ വർക്ക് കഴിഞ്ഞോ? ഇന്നലത്തെ വർക്ക് നമ്മൾ പാലക്കാട് ജില്ലയിലെ അടക്കാപ്പത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെയാണ് ഇന്നലെ കഴിഞ്ഞത്. നമ്മളെ ചെർപ്പളശ്ശേരി കഴിഞ്ഞിട്ടൊരു 10 കിലോമീറ്റർ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട്. രാമേട്ടൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന്റെ മോന്റെ കല്യാണമൊക്കെ ആയിട്ട് കുറച്ച് വീട് മുറ്റം അലങ്കരിക്കാം, അതുപോലെ ലാൻഡ്സ്കേപ്പ് ചെയ്യാന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. പെർഫെക്ഷൻ ആയിട്ട് തന്നെ നമ്മൾ അദ്ദേഹത്തിന്റെ വീട് കൊടുത്തു. 2x1.5 താണ്ടൂർ സ്റ്റോണാണ് നമ്മളവിടെ 50 mm കല്ല് വിരിച്ചത്. സിംഗിൾ ലൈൻ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ഒക്കെ വിരിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത്. പിന്നെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25-നാണ് അദ്ദേഹത്തിന്റെ കല്യാണം. അപ്പോൾ നാളായിട്ട് 2-3 ദിവസമേ ഉള്ളൂ. അതിനകത്തവും ചെയ്ത് കൊടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇപ്പോൾ ഇതിനകത്ത് ഉണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അദ്ദേഹത്തിന്റെ വീട് വളരെ പെട്ടെന്ന് ചെയ്തു കൊടുത്തു. ഇപ്പോൾ നമുക്ക് ലേബേഴ്സും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവാണ്, എന്നാലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുത്തു. അഗ്രജൈവയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട് ജില്ലയിൽ നമ്മൾ ചെയ്ത താണ്ടൂർ സ്റ്റോണിന്റെ ഒരു വർക്കാണ്. ആർട്ടിഫിഷ്യൽ ഗ്യാസ് 35 mm ഗ്യാപ്പിൽ വിരിച്ചിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. ഇത് 2 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ഇരിക്കുന്നത്. 2x1.5 സ്റ്റോൺ ആണ്. ഇത് താണ്ടൂർ സ്റ്റോൺ ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഇൻ്റർലോക്ക്, അതായത് ഒരു താബൂക്കിൻ്റെ ഷോപ്പ് നടത്തുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ രാമൻ സാർ, അപ്പോൾ രാമൻകുട്ടി സാർ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് പെർഫെക്ഷൻ ആയിട്ടുള്ള പുള്ളിക്ക് ഇൻ്റർലോക്കിൽ അത്ര വിശ്വാസമൊന്നുമില്ല. അപ്പോൾ സ്റ്റോൺ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് ആളുടെ അഫോർഡബിൾ ആയിട്ടുള്ള, അയാളുടെ കയ്യിലുള്ള ക്യാഷിനുള്ള എത്രയാണോ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റിലുള്ള സ്റ്റോണാണ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ സ്റ്റോൺ അവിടെ വിരിച്ചു. വളരെ പെർഫെക്ഷനായി. ഈ സമയത്ത് വരുന്ന കല്ലുകൾ അത്ര പെർഫെക്റ്റ് അല്ല, കാരണം ചെറിയ കല്ലുകളൊക്കെ ബെൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില സീസണിൽ വരുന്നതാണ്, മഴക്കാലത്ത് ഇതുപോലെ തന്നെ വരാറുണ്ട്. അപ്പോൾ ഇതാണ് മിസ്റ്റർ റൂപാൽ ഭായ്. റൂപാൽ ഭായ് കോബിൾ ഡിസൈനറാണ്. കോബിൾ വർക്കും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഗ്രാസ് 35 mm ആണിത്. ഔട്ട്ഡോർ ഗ്രാസ് ആണ്. വളരെ പെർഫെക്ഷൻ ആയിട്ടുള്ള ഗ്രാസ് ആണ്. ഇതാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. നല്ല ഡെൻസിറ്റി ഇല്ല, ഡബിൾ സ്റ്റിച്ചിലെ ഗ്രാസ് ആണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഹോൾസെയിലായിട്ട് നമുക്ക് വരുന്നതാണ്. ടർഫ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പുല്ലാണ് യൂസ് ചെയ്യുക. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗ്രാസ് ആണിത്. അപ്പോൾ ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇത് വിരിച്ചു കഴിഞ്ഞാണ്ടാവണ അതിൻ്റെ ആ 35 mm തിക്നെസ്, ആ കാണുമ്പോഴുള്ള ആ ഹൈറ്റ് ആണെങ്കിലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാസ് തന്നെ 2 ഇഞ്ച് ഗ്യാപ്പിൽ ചെയ്യുന്നത്. ഈ ലാൻഡ്സ്കേപ്പ് ഏരിയയിൽ ചെയ്യാനും നമ്മൾ ഈ ഗ്രാസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ നമുക്ക് കുറച്ച് ഗാർഡൻ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ, ഈ വീഡിയോയുടെ പുറകായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഗാർഡൻ വർക്ക്സിൻ്റെ മാത്രമായിട്ടുള്ള നമ്മൾ ചെയ്ത വർക്കുകളുടെയൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ വീഡിയോ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കുറച്ച് പ്ലാന്ററി ബോക്സും 2-3 പ്ലാന്ററി ബോക്സുകളുണ്ട്. അപ്പോൾ പ്ലാന്ററി ബോക്സിലൊക്കെ നമ്മൾ ബാമ്പുകൾ വെക്കണം, അതുപോലെ ബോഗൺവില്ല വെക്കണം, അതുപോലെ മിക്സഡ് ഗാർഡൻ വെക്കണം. ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഈ കോർണർ ഭാഗങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ വാട്ടർ ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ജംഗ്ഷനായിട്ട് വെള്ളം നിൽക്കുന്ന കാണാം ചില ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ അവിടെ ആ ഭാഗത്ത് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ഇച്ചിരി കല്ല് ഹൈറ്റ് കൂട്ടി വയ്ക്കാൻ പറഞ്ഞു, ചെറുതായിട്ട് കാണാത്ത രൂപത്തിൽ. അപ്പോൾ അവിടെ ഒരിക്കലും ആ മണ്ണ് വെള്ളം നിൽക്കില്ല, വെള്ളവും കച്ചറവും നിൽക്കാതെ നേരെ ആ സ്ലോപ്പിലോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മളിവിടെ വർക്കൊക്കെ കഴിഞ്ഞു. ഇത് നൈറ്റിലെടുത്ത ഫോട്ടോ ആണ്. ഇനി നൈറ്റിലെടുത്ത വീഡിയോ ആണ്. ഡേയിലെടുത്ത വീഡിയോ ഇതിന് പുറകിലായിട്ട് വരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നിങ്ങളുടെ വീട് ഇതുപോലെ മനോഹരമാക്കുവാൻ വേണ്ടി ഞങ്ങളുമായി ബന്ധപ്പെടുക. എൻ്റെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. താണ്ടൂർ സ്റ്റോൺ വളരെ മനോഹരമായ കല്ലാണ്. അതുപോലെ തന്നെ റേറ്റ് നോക്കുമ്പോൾ നമുക്ക് ബാംഗ്ലൂർ സ്റ്റോണിനൊക്കെ ഏകദേശം ഒരു 50 രൂപയെങ്കിലും സ്ക്വയർ ഫീറ്റിനകത്ത് കുറവ് വരുന്നുണ്ട്. അത് 40 mm 50 mm ഒക്കെ നമുക്ക് വെക്കാം. അപ്പോൾ അതിനനുസരിച്ച് റേറ്റുകൾ കുറവുണ്ടാവും. എന്നാലും കുറച്ച് കാണാൻ ഭംഗിയുള്ള കല്ല് കാരണം എപ്പോഴും അത് ബാംഗ്ലൂർ സ്റ്റോൺ തന്നെയാണ്. താങ്ക് യു.